അപ്പൊ ടൂയു ആണ്. സബ്സ്ക്രൈബേഴ്സിന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ എങ്ങനെ പോങ്ങ പൗഡറോ അഭിനയിക്കട്ടോ, ഭയങ്കര ആക്ടിങ് കേട്ടോ അമ്മി. ഹാപ്പി ടു ആയിട്ട് നല്ല ഉറക്കട്ടോ, ഉണർത്തട്ടെ. അമിഷോ അമിഷോ ഇവിടെ നോക്ക്, കുയ് കുയ് അമ്മി. അമിഷോ നീക്കട ചെറുക്ക, കുത്തി എവിടെയാണ്? Happy birthday to you. Happy birthday to you. Happy birthday to you, Mr. Ami. അമിച്ചോ ഹാപ്പി ടു യു. ഇന്നെന്താണ് അമ്മിയെ ഓനെ അഭിനയിക്കട്ടോ, ഭയങ്കര അഭിനയാണ്. ഹാപ്പി ടു യു കേക്ക് ഇവിടെ, ആ കേക്ക് ഇവിടെ നമുക്ക് മുറിച്ച് കേക്കാ. Happy to you. Happy to you. അയ്യോ ചിച്ചു കണ്ണ് തുറക്കടോ. ഹാപ്പി ടു യു അല്ല അമ്മിടെ, അമിച്ചുന്റെ ഹാപ്പി ടു യു ആണോ പറ. കുയ് എന്ത് കാട്ടിട്ടും ഉണരുന്നില്ലട്ടോ, അല്ലെങ്കിൽ ഞങ്ങള് ബെഡിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് തിരിഞ്ഞാലടക്കം ഓന ഉണരും. ഞാൻ രാവിലെ അടിക്ക് ഇറങ്ങി പോകുമ്പോ വാതിലും തുറന്നിട്ടുണ്ടാവും, അപ്പക്കിനാണ് ഉണരും. ഇപ്പൊ കണ്ടോ ലൈറ്റ് ഇട്ടിട്ട് ഉണരണില്ല, എന്ത് കാട്ടിട്ട് ഉണരണില്ല. ഹാപ്പി ടു യു എനിക്ക് കുയ് ദീദി വിളിക്കണ്ടന്നെ. അമ്മി എന്ത് കാട്ടിട്ട് ഉണരണില്ല കേട്ടോ ഈ ചെക്കന്. അമിഷോ ആ കത്രിക എടുത്താൽ നമുക്ക് ഓരോ മുടി വെട്ടാ. എവിടെ എവിടെ ദാദാ അടുത്തോളൂ, ഞാൻ വെട്ടാണ്. അമ്മി എന്റെ ഷൊത്ത് എവിടെയാണ്? എന്തത് വാണച്ചിട്ട് തന്നെ കേട്ടോ, ഭയങ്കര കിടത്തം. അമിഷോ കുയ് എന്ത് കാട്ടിലും കാര്യമില്ല, അമിഷു ഉണരുന്നില്ല. എന്നാ നീക്കുണ്ടോ ഉമ്മയുടെ കുട്ടി നീക്കുണ്ടോ? സബ്സ്ക്രൈബേഴ്സിന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞോട്ടെ. അയ്യോ നീക്കടി ഷേക്കനെ. അല്ല പറ്റോ നീ വന്ന, അല്ല പശു നീ വന്ന പറയണില്ല. അല്ല പറ്റു നീ പറയണില്ലേ? ഹാപ്പി ടു യു അല്ലേ? എന്താണ് അമ്മിയെ ഹാപ്പി ടു യു ആണോ? ചിരിക്ക് അമിഷ ഹാപ്പി ടു യു ആണോ? അഭിനയിക്കട്ടോ, ഭയങ്കര ആക്ടിങ് കേട്ടോ അമ്മി. ആക്ട് ചെയ്ത് ഉറങ്ങാണേ. നമുക്ക് പോവാ, ബുള്ളറ്റ് പോവാ. ബുള്ളറ്റ് പോണം. അതോനെ ഉറങ്ങി കൂർക്കം വലിക്കണോക്കെ. ഓ കുട്ടി ഉറങ്ങാ പാപ്പ, കുട്ടി കൂർക്കം വലിക്കണു. നോക്കട്ടെ കണ്ടില്ല. അക്കുപ്പ എങ്ങനെ ഉറങ്ങാ? ഇപ്പൊ എങ്ങനെ ഉറങ്ങാ? നമുക്ക് ബുള്ളറ്റ് പോവാ. ബുള്ളറ്റ് പോണോ കാർ പോണോ അമ്മിയ? വേണ്ട ടു യു നീക്കാരോ. ഇന്നെന്താണ് ഹാപ്പി ടു യു ആണോ? ഒന്നും കൂടെ പറ, കേട്ടില്ല. ഹാപ്പി ടു യു ആണ്. ആരാ ഹാപ്പി ടു യു ആണ്? അമ്മിയുടെ ഹാപ്പി ടു യു ആണ്. എന്നാ പറ. ഇന്ന വേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് വെക്കുന്ന കിട്ടിയവൻ. ഇത് കണ്ടോ, ഞങ്ങള് ഇങ്ങനെ കിടത്തും കണ്ടോ, പപ്പ ഇങ്ങനെ ആമി ഇങ്ങനെ, ഇതിന്റെ ഇടയിൽ ഞാനവിടെ കിടക്കും. പറയൂ ഗൈസ്, ഞാൻ നിലത്ത് ല്ലേ? എന്താ ആലോചിക്കണത്? നമുക്ക് കുളിച്ചിട്ട് പുതിയ കുപ്പായി കിടണ്ടേ വേണ്ടേ? പുതിയ കുപ്പായി. ഇതല്ലത് പഴയത്. പല്ല് തേക്കാതെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് താൽക്കറിയിൽ പോകട്ടോ. ഇനി ഇങ്ങനെ വിളിക്കും എൻ്റെ പപ്പാനിങ്ങനെ കാണിക്കാം. വിളിച്ചോക്ക് അമ്മി, ദീദിനൊക്കെ വിളിക്ക്. ദീദിനെ വിളിച്ചോക്ക്, ഉറക്ക വിളിക്ക്. നീ നോക്കിട്ട് എന്തിനാ വിളിക്കണേ? വാ താഴ്ത്തു പോ. അതൊക്കെ നോക്കിയാണ്. വാ വായോ.
എന്താണ് എന്തൊക്കെ കളത്തരം? ഏ ഇവിടെ വാ വായു. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. മീനീച്ച് വന്നപ്പോ തന്നെ ഇതില് വന്നിരുന്നൊക്കെയാണ് അല്ലേ? ഒറ്റക്ക് കേറിയിരുന്നോ അമിഷു? ഇവിടെ നോക്ക്. ഇതാര് മേടിച്ചെന്നേ? പപ്പല്ല 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 വെച്ചെന്ന്. ആര് വെച്ചെന്ന്? ആ ഇമ്മമ്മ. ഇമ്മമ്മേലേ? ആ ചമ്മയുടെ വണ്ടിയിൽ പാട്ട് കേൾക്കണ്ടോ നോക്കട്ടെ. കൊക്കോല ഇതിലുണ്ടാവൂല. കൊക്കോല ജീപ്പിലിടാ. നമ്മുടെ ജീപ്പില്. ദീദി സ്കൂളിൽ പോയാൽ നോക്കാം. വാ ദാ പുറത്ത് പോയേക്കാം. അമ്മി വാ. പോയോ? ദീദി എവിടെ പോയി? അമ്മയുടെ പണ്ട് പാട്ടോണായിക്ക. ഇത് ഇവന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ വൈഫിൻ്റെ ഉപ്പയും ഉമ്മയും പാടെ കൊടുത്തതാണ്. ഡാഡാ പാട്ടിട് നട്ടല. വണ്ടി ഓടിച്ചാ ഓടിക്ക്. ഇപ്പൊ കിട്ടിയതിന് ശേഷം അയിമ തന്നെ ഇരിക്കുകയാണ്. ഇവന് ഇതേമാതിരത്തെ വേറെ ഉണ്ട് 2 പക്ഷെ ഓടിക്കൂല, വെറുതെയാണ്. ഈ വലുതായ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കണു. ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു കാറുണ്ട് വലുത്. പിന്നെ ഒരു ബൈക്കും ഉണ്ട്. പക്ഷെ അതൊന്നും ഓടിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഇതന്നെ അവനിക്കിപ്പോൾ ചവിട്ടാൻ വയ്ക്കൊന്നുമില്ല, വെറുതെ കയറി ഇരിക്കുന്നുള്ളൂ. ഒരു ഹായ് പറഞ്ഞാ വണ്ടി വായോ. അമ്മ ഇങ്ങോട്ട് വാ. ചവിട്ടാൻ വയ്ക്കൂല, അതാണ്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേയിൽ കൊടുത്ത ഗിഫ്റ്റാ ജീപ്പ്. പക്ഷെ അത് ഓടിക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഇട്ട് കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിക്കും, അത്രേ ഉള്ളൂ. ഇടാന്നേ ഉള്ളൂ. 2-3 വയസ്സാവേണ്ടി വരും അപ്പോഴേ ഓടിക്കൽ കിടക്കുള്ളൂ. ഇതൊക്കെ അഭ്യാസം. ഇവനെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. അമ്മിയെ അല്ല, അമ്മയ്ക്ക് കുളിക്കാനുള്ള സമയമായി, കുളിച്ചോണ്ടിരിക്കുക. ലമ്മിയെ എന്താണ് മുന്നിൽ മേത്തിക്കാക്കല്ലേ? കുളിച്ചാ പൂപ്പി തേച്ചാ ശോഭതയ്ക്ക് ശോഭയ്ക്ക് നിന്റെ മേത്തിക്കാക്കട്ടാ. അപ്പോൾ ഈ പാൻറ് ഇട്ട് കുളിപ്പിക്കണം എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് ഇട്ടായിരിക്കാനാട്ടോ. അല്ലാതെ അങ്ങനെ ഒന്നല്ല കുളിപ്പിക്കുക. അമ്മിയെ ഓക്കെ ഗൈസ്, അപ്പം ഇനി കുളി കഴിഞ്ഞിട്ട് കാണാണ്ടേ. ഇതെൻ്റെ നേമിയും മാപ്പാക്കും ഗിഫ്റ്റ് തന്ന ഡ്രസ്സാട്ടോ. എൻ്റെ അനിയത്തിയും ഓൾഡ് ഹസ്ബൻഡും. അപ്പോൾ ഒരു ബർത്ത്ഡേക്ക് വരൂല എന്ന് പറഞ്ഞു. അപ്പോൾ കൈ തന്നു. ഇതാ അമ്മക്ക് ഇപ്പൊ തന്നെ ഷൂസ് ഇടണം. അതിന് വേണ്ടിട്ടാ കാണിക്കണേ. അമ്മക്ക് വേറെ ഷൂസ് ഇല്ലേ? വേറെ ഇത് പഴയതാണ്. ആദ്യം കുപ്പായിടെ അമ്മിന്റെ ക്രീമാ? ക്രീം തേക്കുക? പൗഡറോ? പൗഡർ ഇട്ടാ അമ്മി? പൗഡർ ഇടേ അമ്മി? അയ്യോ തുറന്നിട്ടില്ല, തുറന്നു കൂടെ ചിപ്പ കൂട്ടിട്ടാ. ഞങ്ങള് ചെറുപ്പം മുതലേ യൂസ് ചെയ്യണ മറ്റേ സബാമണ്ടിന്റെ ക്രീമും പൗഡറൊക്കെ കേട്ടോ. തുറക്കം മുതലേ
അപ്പോ അമ്മി അമ്മി ക്രീം തേക്കുക. അമ്മ ക്രീം തേച്ചരിയാ പൗഡർ ഇട്ടാ പറയാം. അമ്മിക്ക് തരാം. ഞാൻ അമ്മയുടെ കയ്യില് അമ്മിക്ക് പൗഡർ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മി ഒതുങ്ങിയിരിക്കൂല. ഓക്കേ, ഇത്രക്ക് മതി അല്ലേ? ഞങ്ങൾ ഇത്രക്കുള്ള സഹകരിക്കുക. നിങ്ങൾ വെള്ളയിലെ പൗഡർ ഇട്ടിട്ടില്ലേ? ഞങ്ങൾ സുന്ദരനാണ് അല്ലേ? അല്ല അമ്മിയെ, നമ്മള് ചീർപ്പേടെ ഫ്രണ്ട് ഇതാണ്. കടന്നു. കുറച്ച് പണിയാണ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാന്. ഭയങ്കര പണിയാണ് ഇതിന് ഡ്രസ് ഇട്ട് കൊടുക്കാൻ. ആ അങ്ങനെ ഫ്രണ്ടും ബാക്കിലാണ് ചിത്രം. ഓപ്പൺ ആക്കി തരണമെങ്കിൽ പാന്റ് ഇടാം. ഇത് ഇത്ര തരാം. വാ, ആ തോർക്ക വാ, നമ്മുടെ കൂടെ വാ. നമ്മള് ചെക്കൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് സെറ്റ് ആയിക്കണം. ഇവിടെ ഓനേക്കായ ഒരു 3 വയസ്സല്ലേ ഏട്ടണ്ടോ എനിക്ക്. ഞാനു എന്നാണ് പേര് ഓനെ ചോദിക്കണത്. എവിടാ ഞാനു? അവിടെ ഇല്ല. അമ്മീമ്മ ഉണ്ടോ അവിടെ? എവിടെ ചോദിച്ചോക്ക, എവിടെ ചോദിച്ചോക്ക. താനാജിമ്മ സ്കൂൾക്ക് പോയതറേ? അമ്മ ഒറ്റയ്ക്ക് ഇരിക്കേ? ആമി ഡ്രസ്സൊക്കെ സെറ്റാക്കി കൊടുക്കാട്ടോ. അമ്മിയെ പിന്നെ ഇതിനൊക്കെ ശേഷം മോനി ഉറങ്ങണതും ഫുഡ് കഴിക്കണതും കളിക്കണതും ഒക്കെ ഉണ്ടായിരുന്നു ഈവനിങ് ആയപ്പോൾ. പക്ഷെ ഞങ്ങളതൊക്കെ എടുക്കാൻ മറന്നു. ഈ വ്ളോഗ് എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുക ചെയ്തു. എൻ്റെ മറ്റേ ചോപ്പ് വണ്ടിയില്ലേ, സ്വിച്ചാണത്. ആമീൻ രീതിയിൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. കഴിച്ചിട്ട് അഭിപ്രായം പറയും. അടിപൊളി, അടിപൊളി. ഇത് സ്പെഷ്യലാണ്. അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സ്പെഷ്യലാട്ടോ. ഇതിൻ്റെ പേരെന്താ, ഉന്നക്കായ എന്ന് പറയും. കുറച്ച് മധുരം കൂടിപ്പോയിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സൂപ്പർന്ന് പോരാ. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഇടക്കിടക്ക് ഹലോ ഗൈസ് പറയുന്നില്ലേ. ആരുണ്ടാക്കണെന്ന് വെച്ചാല് ഇത് ഈ ചട്ടി എടുക്കല് ഇതല്ലേ, അതിന് അതെടുക്കേ മരത്തിന്റെ ഫ്രൈ പാനിന്റെ സാധനമൊക്കെ എടുക്കണം. ഇതൊക്കെ കെട്ടിയവരാണ് ഉണ്ടാക്കണത്. ഞാൻ ഡുങ്ങളല്ല ഉണ്ടാക്കണ ആളുണ്ടോ. ഓലെങ്ങനെയാന്ന് അറിയോ, ഇന്നട്ടോ ഇട്ടോ അങ്ങനെയാണ് മേക്കപ്പ്. മധുഹൂത്തിലുള്ള ചിക്കൻ കിടന്ന് തിളക്കാണ്. എന്താവുമോ, ഞാനാണ് ഉണ്ടാക്കണത്. യൂട്യൂബിൽ നോക്കിയിട്ടാണ്. സ്പെഷ്യൽ ആവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. ചെറുതായി ഒന്ന് വെള്ളം പറഞ്ഞു വെക്കുന്നു. കെട്ടിയോണ്ടാക്കിയ ചെറുതായി ഒന്ന് പാളിയെന്ന്. അമ്മിക്ക് മാമത്ര തന്നെ മാമാണത്രേ. ഇത്തവണ അമ്മയുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ പരിപാടിയൊന്നും വേണ്ട, ഇനി വലുതായി കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ വീട്ടിൽ പരിപാടിയില്ല, ജസ്റ്റ് എല്ലാവരും പുറത്ത് പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ച് വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു വീട്ടിൽ കേക്ക് എന്തെങ്കിലും മുറിക്കാതെ എങ്ങനെ, അപ്പോൾ നമുക്ക് ചെറിയൊരു കേക്ക് മുറിക്കാം, ഫുഡ് നമുക്ക് ഉണ്ടാക്കും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോർമലൊരു ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ പരിപാടി നടത്തിയതാണ്. ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കുക. കുടിച്ചോ അത് ഇറങ്ങിപ്പോയി ഞങ്ങള്. അമ്മയുടെ ബുള്ളറ്റ് എവിടെ? അമ്മിയെ ബുള്ളറ്റ് എവിടെ? ആ പാട്ട് വെക്ക്. നൈമ കേറി നോക്കട്ടെ. ഹാപ്പി ടു യു ആണോ?
ആ ചൂലനെ അമ്മി ദീദിക്ക് കൊടുക്കുന്നി ദീദിക്ക് കൊടുക്ക് ദീദിക്കൊന്നുമില്ല ദീദിക്ക് കൊടുക്ക് ദീദിക്ക് കൊടുക്കടാ ആ കൊടുത്തു ഗുഡ് ബോയ് കേട്ടോ പാപ്പ കൊടുക്ക് ആ അയ്യോ ഒരു മേമി കൊടുത്തു ഇത് അടുത്ത മേമി പപ്പ അമ്മി ദീദിയുടെ ഗിഫ്റ്റ് മേടിച്ച അമ്മി ഗിഫ്റ്റ് മേടിക്ക് അല്ലാ അമ്മി അമ്മി താങ്ക് യു പറ കേക്കുമ്പോ മുഴുകിക്കണു അമ്മി ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരുന്നു മാമുത്താന്ന് പറയുന്നത് ചൂടുണ്ടാവും ഇബൂസൊക്കെ ക്യൂ നിക്കാട്ടോ ഫുഡിന് 20 മുളകാണ് ഇത് മൊത്തല്ല കപ്സല്ല മുളകണ്ടോ വെറുതെ ലൈൻ ബായ് എന്ന് പറ ടാറ്റാ അപ്പൊ നോക്കുപാടാ അപ്പിട്ട് തിന്നു പറയണു പറയും എല്ലാരും ഫുഡ് കഴിക്കാനിരുന്നു പറയൂ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയൂ നല്ല പൂ പോലത്തെ ചിക്കന് അതുപോലെ റൈസും അടിപൊളിയാക്കണോ റിവ്യൂ പറയൂ അടിപൊളിയാണോ സത്യസന്ധമായി പറയണോ അടിപൊളി കേക്ക് ഉണ്ടാക്കിന്റെ മൊത്തം ഗിഫ്റ്റുകൾ എന്റെ അപ്പാപ്പാരും മേമാരും ഇപ്പപ്പിയും മമ്മിയും എല്ലാരും തന്നതാണ് പിന്നെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ രാവിലെ ഇട്ട് കൊടുത്തിരുന്നു ഇതിന്റെ അനീറ്റി മോളെ എന്നാണ് അപ്പൊ ഇതാ മൊത്തം ഇത്ര ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എനിക്ക് പരിപാടി ചെറുതാണെങ്കിലും ഗിഫ്റ്റൊക്കെ കുറെ കിട്ടി അല്ലേ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആമി ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഇതാ ഉറങ്ങി ശുത്തുമണി ഉറങ്ങി ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾ ചെറുതായിട്ട് ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക